ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദമിക്കാം അനുരഞ്ജിതനായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം ചൊല്ലിടാം ഇന്നീ കാസയേ, സഹനം ചേർത്തിടാം ഈ പീലാസയേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയേ, സഹനം ചേർത്തിടാം ഈ പീലാസയേ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുവയുണർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദമിക്കാം അനുരഞ്ജിതനായി ബലിയേകാം. ഈശോയിലെ സ്നേഹമുള്ളവരെ, കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ഈ സായാഹ്നത്തിൽ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ അമ്മയായ കർമ്മല മാതാവിനോട് അതിരറ്റ സ്നേഹവും കർമ്മല മാതാവിൻ്റെ തണലിൽ ജീവിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. കർമ്മല മാതാവ് നമുക്കെന്നും സംരക്ഷണം ഒരുക്കുന്നു. കർമ്മല മാതാവ് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു മറുപടിയാണ്. ആകാശപ്പറവകളുടെ മധ്യസ്ഥയാണ് കർമ്മല മാതാവ്. അതിലൂടെ നമ്മൾ ഓരോരുത്തരെയും കർമ്മല മാതാവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇന്നത്തെ ഈ തിരുനാളിലേക്ക്, കർമ്മല മാതാവിൻ്റെ തിരുനാളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുപരിചിതനായ ബിനീഷ് അച്ഛനാണ്. വിശുദ്ധ കുർബാനവത്തെ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ സന്ദേശം നൽകുന്നത് റൊണാൾഡ് അച്ഛനാണ്. അച്ഛന്മാർ രണ്ടുപേരെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിശുദ്ധ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്തിയോടുകൂടെ പരിശുദ്ധ ബലി അർപ്പിച്ച് കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും പ്രത്യേകമായിട്ട് ഈ ബലിയിലേക്ക് അണയുമ്പോൾ ആകാശപ്പറവി ആശ്രമത്തെയും ഇവിടുത്തെ മക്കളെയും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും ഈ ബലിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ഇന്നേ ദിവസം പ്രത്യേകമായി അർഹിക്കുന്നവരെയും അത് ആഗ്രഹിക്കുന്നവരെയും രോഗികളായി ആരെങ്കിലുമൊക്കെ നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിലോ കഴിയുന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഈ ബലിവേദിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ കർമ്മല മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്
ഈ ബലി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരാ തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താരാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാവേ, സുവിവൻ നിസ്തുലമഹിമാവാം. ഉത്സർഗങ്ങൾ നിറഞ്ഞ സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ പൂങ്കോഷിപ്പു സാമോദം. പരിശുദ്ധ
പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം ദാതാവേ, നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തുന്നതു പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങ് കഴിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങളുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായ വിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാമിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീഭൂവിൽ. നിഷ്കർഷനും ന്യായം മാത്രം നോക്കുന്നവരും സത്യം തന്നെ പറയുന്നവരും വഞ്ചനാവിൽ തീണ്ടാത്തവരും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലീനം വാങ്ങാത്തവനും മാറുന്നതിനോ പാവനമാമിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീഭൂവിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിചൂടി നിൽക്കുന്ന സഭയിൽ
നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമകളുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഉയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവിധനായി വസിക്കുന്ന പരിസ്ഥിതിയും സുദീർഘന ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. യെശയ്യാ പ്രവചന പുസ്തകത്തിനുള്ള വായന 35-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ ആശീർവദിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഐശ്വര്യപൂർണമായ ഭാവി. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോൻ്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോണിൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗിരികളാ ഹല്ലേലൂയാ ഗിരികളാ. പരിശുദ്ധ കർമ്മല മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാ
ഇന്നീ വേദികയിൽ. വിരുതല്ലോ വനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും രൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതമായ ദിവ്യമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശ്രീകൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സ്വർണ്ണരക്ഷി ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ ഗാനത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് സ്നേഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ സമാശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ
നല്ലൊരാശയമെന്നതാരും വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തൻ മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഗ്രഹപൂരിത കവിത പോലിക പോലെന്നായിപ്പോൾ. അതുപോൽ സുതനും പരിശുദ്ധാത്മാവീനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹബഹുമാനപ്പെട്ട ബിനീഷച്ച, ബിജു അച്ച, ഷാജുപ്പ, ഷിജിയമ്മേ, ആകാശപ്പറവുകളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായും ഈ ആത്മീയ മുന്നേറ്റത്തിൽ പ്രത്യേകമായി ഭാഗമായിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയപൂർവം കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ ആശംസിക്കുകയാണ്. കർമ്മല സഭയെക്കുറിച്ചൊരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർമ്മല സഭയും ഈ ആകാശപ്പറവുകളുമായിട്ട് എന്താ ബന്ധം? ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം ഒത്തിരി കർമ്മല സഭയുടെ ആത്മീയത ഈ ആകാശപ്പറവുകളുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ വിശുദ്ധ ഒരു കർമ്മലീത്ത വിശുദ്ധയാണ്, കർമ്മല മാതാവ്. ഞാനിങ്ങനെ ഷാജിപ്പിനോട് ചോദിച്ചു, ഷാജിപ്പ, ഇതെന്താ ഇങ്ങനെ ഈ കർമ്മല മാതാവുമായിട്ട് ഇത്ര അടുപ്പം വരാൻ കാര്യം എന്താ? അല്ലെങ്കിൽ എലിസബത്ത് മന എന്ന് ഇതിന് പേര് വരാൻ കാര്യം എന്താ? അപ്പോൾ എന്നോട് ഷാജിപ്പൻ പറഞ്ഞ കാര്യം, കുറ്റിക്കലച്ചനാണ് പേരിട്ടതും കർമ്മല മാതാവിനെ ആകാശപ്പറവുകളുടെ സ്വർഗീയ മധ്യസ്ഥയായി നൽകിയതും. അച്ഛനെ എനിക്ക് വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. വിശുദ്ധനെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളുമാണ്. അച്ഛനെ പലപ്പോഴും ഇവിടെ വരുമ്പോൾ
ഞാൻ സെമിനാരിയിൽ നിന്ന് പലപ്പോഴും അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനും കുർബാന കൂടാനും ഒക്കെ പലപ്പോഴും വന്നിട്ടുമുണ്ട്. അച്ഛനെ പോലെ ഒരാൾ ഇത്രയധികം, അച്ഛൻ വേറൊരു സഭയിൽപ്പെട്ട ആളാന്ന് നിങ്ങൾക്ക് അറിയാലല്ലേ, MCBS സഭയിൽപ്പെട്ട അച്ഛനാണ്. ഈ കർമ്മല സഭയോട് അച്ഛൻ ഇത്ര താല്പര്യം കാണിക്കാൻ കാരണം എന്തായിരിക്കും? പല സഭകളുണ്ട് അല്ലേ? ഷേൺസ്റ്റാട്ട് ഒരു സഭയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭയാണ്. കാർമൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നാണ്. ആ വലിയ പൂന്തോട്ടത്തിലെ ഒരു ചെറിയ പൂന്തോട്ടം തന്നെയാണ് ഷേൺസ്റ്റാട്ടും. കാരണം ഈ കർമ്മലിത്തരുടെ ആത്മീയത ഒരുപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സഭയാണ് ഷേൺസ്റ്റാട്ട് സഭ. ഞങ്ങളുടെ സഭാപിതാവായിട്ടുള്ള കെൻ്റണിക്കച്ചൻ, വിശുദ്ധ കൊച്ചി ത്രേസ്യ പുണ്യവതിയും അമ്മ ത്രേസ്യയും ജോനാൻ ക്രൂസും ഒക്കെ അച്ഛൻ്റെ പഠനങ്ങളിലും വിചിന്തനങ്ങളിലും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ പാഠങ്ങളിലുമൊക്കെ വിഷയങ്ങളാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ കർമ്മലിത്തരോട് ഒരു അസൂയ കലർന്ന സ്വരത്തിൽ, അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പോലും എനിക്ക് ഉള്ളുകൊണ്ട് അസൂയപ്പെടുത്തുന്ന ഒരു കാര്യം, അമ്മയുടെ വസ്ത്രം ധരിച്ചവരാണ് കർമ്മലിത്തർ. ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയുടെ വസ്ത്രം ധരിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു സഭയാണ് കർമ്മലിത്ത സഭ. ഈ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് കർമ്മലിത്ത സഭയുടെ വസ്ത്രമാണ്. ഇനി ഏറെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ അമ്മ അംഗമായിരിക്കുന്ന ഏക സഭ കർമ്മലിത്ത സഭയാണ്. ഈ കർമ്മല സഭ എപ്പോൾ രൂപപ്പെട്ടു നിങ്ങൾക്കറിയാമോ? ഈശോയുടെ ജനനത്തിന് മുൻപേ കർമ്മല സഭയുണ്ടായിരുന്നു. ഈശോയെ സ്നാനപ്പെടുത്തിയ വിശുദ്ധ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ കർമ്മല സഭയിലെ അംഗമായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് തവിട്ട് കളറിൽ തന്നെ ഉൾവസ്ത്രം വരച്ചു വെച്ചിട്ടുണ്ട്. കുമ്മറാൻ എന്ന് പറയുന്ന താപസ സമൂഹത്തിലെ ഒരംഗമായിരുന്നു വിശുദ്ധ യോഹന്നാൻ. കർമ്മല സഭയുടെ സ്ഥാപകനായി സ്വർഗീയ മധ്യസ്ഥനായവർ വെച്ചിരിക്കുന്നത് ഏലിയാവിനെയാണ്. പഴയ നിയമത്തിലെ ഒരു വലിയ ആത്മീയ ചൈതന്യത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന വലിയ താപസ്വരുടെ ഒരു കൂട്ടത്തിൻ്റെ പേരായിരുന്നു കർമ്മലിത്തർ. കാർമൽ മലയിൽ ഏലിയ ദൈവത്തിൻ്റെ ചൈതന്യമിറക്കി ജനത്തോട്, ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ ബാലിൻ്റെ പുറകെ പോ, ജീവിതത്തിൽ ഒരു നിലപാട് വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച സ്ഥലം കാർമൽ മല, ദൈവത്തിൻ്റെ ചൈതന്യമിറങ്ങിയ മല. സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്ന് ഈശോയ്ക്ക് ജന്മം നൽകുന്നതിന് മുൻപേ കർമ്മലിത്തർ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അമ്മ അവിടെ സന്ദർശിച്ചിരുന്നുവെന്നും അമ്മ ഒരു കർമ്മലിത്തയായിരുന്നു എന്നും സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. പരിശുദ്ധ അമ്മ അംഗമായിരിക്കുന്ന സഭ. ഇന്ന് കാലത്തെ ഞാൻ കർമ്മലിത്തരുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയി. കാലത്തെ ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ്. അവിടെ ഇസിദോർ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. ഒത്തിരി വയസ്സായ അച്ഛനാണ്. അച്ഛനെ ഇങ്ങനെ വിഷയൊക്കെ ചെയ്തതിന് ശേഷം അച്ഛൻ എന്നെ ഇവരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നടുകുന്നുണ്ട്. അച്ഛൻ എന്നെ കർമ്മലിത്തരുടെ കാനോന നമസ്കാരത്തിലെ ഇന്നത്തെ വായന എടുത്ത് കാണിച്ചു. അതിനകത്ത് എന്നോട് ആ അച്ഛൻ പറയാണ്, എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാവം എന്ന് പറയുന്നത് കരുണയാണ്. അതിനകത്ത് പരിശുദ്ധ അമ്മയുടെ കാരുണ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സുവിശേഷം കാനാൻകാരിയുടെ വിശ്വാസം. ഈ കാനാൻകാരി ഈശോയോട് പറയാണ് 15:22, മത്തായിയുടെ സുവിശേഷം 15:22, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ ഈ വചനഭാഗം എടുത്ത് പരിശുദ്ധ അമ്മയെ അതുമായി തട്ടിച്ച് ഒരു വിചിന്തനം നൽകുന്നുണ്ട്. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ.
ഒരു സാധാരണക്കാരിയായ അമ്മ മകളുടെ പ്രശ്നത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നിൽ കനിയണമേ എന്നാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ എങ്ങനെയായിരിക്കും ദൈവത്തിനു മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറഞ്ഞു വയ്ക്കുക. അതിങ്ങനെയാണ്: പരിശുദ്ധ അമ്മ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി വിയർത്ത് കണ്ണുനീരൊഴുക്കി എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, പരിശുദ്ധ ത്രിത്വമേ എന്നിൽ കനിയണമേ. അമ്മയുടെ ആ യാചന ത്രിത്വത്തിന് നിരസിക്കാനാവില്ല എന്നാണ് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറയുക. കാരണം ഒരു സാധാരണക്കാരി സ്ത്രീ അവരുടെ മകളുടെ ആവശ്യം ദൈവത്തിനു മുമ്പിൽ സ്വന്തം ആവശ്യമായിട്ടാണ് അവതരിപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ സഭയിലേക്ക് സെമിനാരിക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുന്നും കഴിഞ്ഞ വർഷം ഒരു കർമ്മലീത്ത സഭയിലേക്ക്, CMA സഭയിലേക്ക് ടീച്ചറുടെ മോൻ പോയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അവന് വേണ്ടി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവവിളി കുറവാണ്. ആണോ? പറയാറുണ്ടോ? ഇപ്പോൾ ദൈവവിളി കുറവാണ്. യൂറോപ്പിലൊക്കെ തീരെ ദൈവവിളി ഇല്ല. ദൈവവിളി ഇല്ലാത്തതല്ല, വിളിക്കുത്തരം നൽകാത്ത. ഇതുപോലൊരു വീട്ടിൽ ഞാനിങ്ങനെ ഒരു പയ്യനിങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ പയ്യന് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് സെമിനാരി ചേരണമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ നീ പെട്ടെന്ന്, എനിക്ക് അവനെ കുറേ കാലമായിട്ട് അറിയാം, എന്താ നീ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വന്നു? അപ്പനും അമ്മ അടുക്കുന്നില്ല, വല്യമ്മ അമ്മാമ്മ അമ്മാമ്മ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്. കർമ്മല എന്നാണ് ഈ അമ്മാമ്മയുടെ പേര്. ഞാൻ ചോദിച്ചു ഈ പയ്യനോട്, വീട്ടുകാരെല്ലാം ഇരിപ്പുണ്ട്, ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, എടാ നീ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ കാര്യം എന്നായി? വൈകുന്നേരം ഒരു ദിവസം ഇവൻ ടെർഫിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാറുണ്ട് ചാലക്കുടിയിൽ. കൂട്ടുകാരോടൊക്കെ കൂടി വണ്ടിക്ക് നല്ല സ്പീഡായിരിക്കും. ഒരു നേരത്താണ് ഇവൻ വരിക. അപ്പോൾ വീട്ടിൽ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്നത് ഇവൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ ഒരു ദിവസം ഇവനോട് പോകരുതെന്ന് കുറേ പറഞ്ഞു. അമ്മ കണ്ണടച്ചു, പൊക്കോട്ടെ, പിന്നെ പിള്ളേരോടൊക്കെ ഉള്ള കൂട്ടൊക്കെ അത്യാവശ്യമാണല്ലോ. ഈ അമ്മാമ്മ എന്ത് ചെയ്ത് ഇവനെ പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവസാനം അമ്മാമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഉത്തരീയം ധരിച്ചിട്ട് പൊക്കോ, ഈ വെന്തിങ്ങ ധരിച്ചിട്ട് പൊക്കോ. അപ്പോൾ ഇവന് ഈ വെന്തിങ്ങ ഇട്ടുകൊണ്ട് കളിക്കാൻ വേണ്ടി പോയി. പ്രിയപ്പെട്ടവരെ, TV-യിലൊക്കെ വാർത്ത വന്നതാണ്, ഇവർ സഞ്ചരിച്ചിരുന്ന വണ്ടി ആ ചാലക്കുടിയിലുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്തായിട്ട് ഭയങ്കര വേഗത്തിലായിരുന്നു പോയത്. വണ്ടി ഒരു അപകടത്തിൽപ്പെടുക. ഈ അപകടത്തിൽപ്പെടുമ്പോൾ ബാക്ക് സീറ്റ് മിഡിലാണ് ഈ പയ്യനിരിക്കുക. ഇവൻ പറയാണ്, ഈ വണ്ടി ഇടിച്ചിങ്ങനെ മലക്കം മറിയുന്ന സമയത്ത് ഇവൻ വേഗം കയറി ഉത്തിരിയത്തെ പിടിച്ചു. മരണം മുന്നിൽ കണ്ട സമയം. ഇവനൊരു പോറൽ പോലും ഏറ്റില്ല. വന്ന ആൾക്കാർ ആദ്യം ചോദിച്ചത് എത്ര പേര് ജീവനോടെ ഉണ്ടെന്നാണ്. വണ്ടി പപ്പടമായി. ഇവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അപ്പം ഈ പയ്യൻ പറയാണ്, ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് എനിക്ക് ആ ഒരു സമയത്തൊരു വലിയ സ്പാർക്കുണ്ടായി. ഞാൻ കയറി പിടിച്ചത് ഉത്തരീയത്തേലായിരുന്നു. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. ജീവിതത്തിന് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഭൂമിയിലെ സ്വപ്നത്തിന് ആയുസ്സെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായ ഒരു സമയം അത്. അങ്ങനെ അവൻ സെമിനാരിൽ ചേർന്നു. അവൻ്റെ വീട്ടുകാരൊക്കെ അതിന് കുറേ തടസ്സം നിന്ന് ഞാൻ അവരെ പറയേണ്ട പോലെ പറഞ്ഞ് അതൊക്കെ അവരൊന്ന് ഒരുക്കി അവസാനം പയ്യൻ സെമിനാരിൽ ചേർന്നു. കർമ്മല മാതാവിൻ്റെ ഉത്തരീയം ധരിച്ച ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അത് കൊള്ളാലോ. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണമുണ്ട്, നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി എല്ലാവർക്കും ഇല്ലാത്തവർക്ക് കിട്ടും. ഇത് നമുക്ക് അത് കൊള്ളാമല്ലേ. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു പോകും. കർമ്മലൂത്തിരിയം ധരിച്ചത് കൊണ്ടായില്ല, അത് പരിശുദ്ധ അമ്മയുടെ വസ്ത്രമായതുകൊണ്ട് മാത്രമല്ല. അമ്മ കർമ്മലമാതാവായി പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഒരു കരത്തിൽ ഈശോ ഇരിക്കുന്നത്, നാഥൻ അതിൽ സന്നിഹിതനായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒറ്റ കാര്യം അച്ഛനെന്ന് പറയാനുള്ളൂ.
മുറിവുകളിലൂടെയാണ് പിശാച് പ്രവേശിക്കുക. പിശാചിന് പ്രവേശിക്കാനായി എല്ലാ കാലങ്ങളിലും മനുഷ്യ ഹൃദയങ്ങളിൽ അവൻ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് പിന്നീട് ബന്ധനങ്ങളായും വേദനകളായും അവന് പ്രവർത്തിക്കാനുള്ള വാതിലുകളായും അവൻ ഉപയോഗപ്പെടുത്തും. പരിശുദ്ധ കർമ്മല മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ആകെ തകർന്നടിഞ്ഞ സൈമൺ സ്റ്റോക്കിൻ്റെ മുന്നിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മലീത്തരാണ് തിരുസഭയുടെ വലിയ ശക്തി കേന്ദ്രമായി നിന്ന് തിരുസഭയെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വലിയ സംരക്ഷണ കോട്ട കെട്ടി കാത്തിരുന്നത് ഈ കർമ്മലീത്തര. അവർ പൊളിഞ്ഞുപോയി. കുരിശുദ്ധം വന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ഇവർ ചതറിക്കപ്പെട്ടു. വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവർ ചതറിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിൽ അവസാനം ഈ സൈമൺ സ്റ്റോക്ക്, അവിടെ പലരും പല നാടുകളിൽ സഭയെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല, എല്ലാം തകർന്നു. അപ്പോഴാണ് സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും, അമ്മ, ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളവും നിൻ്റെ സഭയുടെ മേലുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അച്ചാരവുമായിരിക്കും. നീ ഇത് ധരിക്കുമ്പോഴും പ്രത്യേകമായി മരണസമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അമ്മ വന്ന് സൈമൺ സ്റ്റോക്കിനെ പൊതിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരൊറ്റ കാര്യമാണ് അച്ഛന് പ്രധാനമായി പറയാനുള്ളത്. ഇത് പരിശുദ്ധ അമ്മയെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന സമയമാണെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിലൂടെ പറഞ്ഞു വയ്ക്കപ്പെട്ട ഒരു അന്ത്യകാല പ്രേക്ഷിതർ. പരിശുദ്ധ അമ്മ തന്നെയായിരിക്കും തൻ്റെ പുത്രന് ജന്മം നൽകിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ശക്തമായ വിശുദ്ധർക്ക് ജന്മം നൽകുക അന്തിമ സഭയിൽ. അത് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങളും അടയാളങ്ങളും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാലത്താണുള്ളത്. നമ്മളിപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിശാച് ഇതിനിടയിലൂടെ അവൻ്റെ പ്രബോധനങ്ങൾ നൽകും. ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. തെറ്റിദ്ധരിക്കപ്പെടാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, പരിശുദ്ധ അമ്മയെ അപമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ ഇപ്പം നടക്കത്തില്ല. പരിശുദ്ധ അമ്മ കാര്യമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല, അതവൻ്റെ ഒരു നമ്പറാണ്. ഇനി അടുത്തത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ ദൈവമാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒന്നും ആരംഭിക്കുന്നില്ല, പുറപ്പെടുന്നില്ല. അമ്മ കൃപകളുടെ വിതരണക്കാരിയാണ്. അമ്മ തന്നു എന്നല്ല, ഈശോ അമ്മയിലൂടെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ. പലപ്പോഴും നമ്മുടെ ഈ മരിയ ഭക്തിക്ക് ഒരു വലിയ പ്രശ്നം വരുന്ന കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ കൃത്യമായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അത് മനസ്സിലാക്കിയ തരത്തിലും പരിശുദ്ധ അമ്മ കാൽവരി കയറിയത് നമ്മുടെ കുഴിനകം മാറാനും മുട്ടുവേദന മാറാനും നമ്മുടെ പനി മാറാനുമല്ല, നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണം, നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മാക്കൾ രക്ഷപ്പെടണം. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അമ്മയാണ്. എല്ലാ വിശുദ്ധർക്കും അമ്മ ദർശനം കൊടുത്തിട്ടുണ്ട്. ഫാത്തിമയിൽ ഒരു തവണ കർമ്മല മാതാവായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെടുക. വിശുദ്ധ മറിയം ത്രേസ്യാമ്മ അമ്മയുടെ ഉത്തരീയം വിട്ടുകൊടുത്ത് ആ വ്യക്തി മരിച്ച ആദ്യ ശനിയാഴ്ചയിൽ ഇറങ്ങി വന്ന് ആ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അഗ്നിയിൽ നിന്നിങ്ങനെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മറിയം ത്രേസ്യാമ്മ ദർശനത്തിൽ കാണുമായിരുന്നു. എവുപ്രാസ്യാമ്മ ഒല്ലൂര് മഠത്തിലല്ല, അമ്പഴക്കാട് ഒരു മഠമുണ്ട്. എവുപ്രാസ്യാമ്മ താമസിച്ചിരുന്ന സ്ഥലത്ത്, കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൃത്യമായി അവിടുത്തെ ചരിത്രമൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എവുപ്രാസ്യാമ്മ മഠം വിടാൻ തീരുമാനിച്ചു. കൊച്ചു പ്രായത്തിൽ സിസ്റ്റർ ആവുന്നതിന് മുമ്പേ പിശാചുക്കൾ വന്ന് പറഞ്ഞു, മുഴുവൻ നശിപ്പിക്കും, ഇവിടെ ഞങ്ങൾ നരകുഴിയാക്കും, നീ ഉള്ള സ്ഥലം ഞങ്ങൾ ചുടുകാടാക്കും, നിന്നെ ആളുകൾ കാണുമ്പോൾ കല്ലെറിയും, അവരുടെ ഉല്ലാസവേളകളെല്ലാം ഈ പിശാച് നശിപ്പിച്ച് കുളമാക്കി, നിന്റെ കുടുംബത്തെ ഞാൻ തൊടും, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഞാൻ അസ്വസ്ഥത നിറയ്ക്കും. ഈ പാവം പെൺകുട്ടി എവുപ്രാസ്യ മഠം വിടാൻ തീരുമാനിക്കുക. ഈ പിശാചുക്കളോട് പറഞ്ഞു, ഞാൻ പൊക്കോളാം. പിറ്റത്തെ ദിവസം ട്രങ്ക് വെട്ടിയെടുത്ത് അമ്പഴക്കാട് മഠത്തിൻ്റെ സ്റ്റെപ്പുകൾ പടവുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതാ മുന്നേ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു.
എന്നിട്ട് കർമ്മല മാതാവ് എവുപ്രാസ്യാമ്മയോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയം അറിയുന്നത് ഞാനും എൻ്റെ പുത്രനും മാത്രമാണ്. നീ എന്തിന് അത് പിശാചുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു? ഇത് വലിയൊരു ആത്മീയ മർമ്മമാണ്. നമ്മുടെ സംസാരം, നമ്മളുടെ പരാതികൾ, ഇതെല്ലാം പിശാചിനുള്ള വാതിലുകളാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കായി പരിശുദ്ധ അമ്മ കാലാകാലങ്ങളിൽ ഓരോ കാലത്തിൻ്റെയും ആവശ്യമായി ഇടപെടുമ്പോൾ പരിശുദ്ധ കർമ്മല മാതാവായി ഞങ്ങളുടെ മുൻപിൽ അമ്മ സന്നിഹിതയായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയവേദനയിൽ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചാഞ്ചല്യത്തിൽ, ദുഷ്ടൻ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ നടത്തുന്ന അവൻ്റെ വക്രബുദ്ധികളിൽ ദൈവമേ കൃത്യമായി പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ട് അമ്മയ്ക്ക് അമ്മയുടെ പുത്രനിലൂടെ എല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ മുറിവുകളെ ഉണക്കുന്നതിനായി, ഞങ്ങളുടെ വിശ്വാസക്കുറവുകളെ ബലപ്പെടുത്തുന്നതിനായി, ഞങ്ങളുടെ ചിതറിയ ജീവിത അവസ്ഥകളെ കൂട്ടിച്ചേർക്കുന്നതിനായി പരിശുദ്ധ കർമ്മല മാതാവിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ. ഞങ്ങൾ ഒത്തിരിയം ധരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ, അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ എങ്ങനെയാണോ പരിശുദ്ധ അമ്മയുടെ മേലങ്കിയാൽ പൊതിഞ്ഞത്, അതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ കർമ്മലോത്തിരിയത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിലും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ കർത്താവിന് ദാസി എന്ന് പ്രതിധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവ തിരുമനസ്സിനെ വിധേയരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദ്യമാതാവായ ഹവ്വയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങൾ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പായെയും ഞങ്ങൾ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ രൂപദക്ഷിണായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവും രൂപദക്ഷിണുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. തിരുഗതിന് സമ്പൂർണമായി സമർപ്പിക്കാനും വിശുദ്ധിയിൽ വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്തത്തിൽ മഹത്തിലേക്ക് പ്രവേശിക്കാനും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലതിൻ്റെയും നാഥായി നീക്കും. സകലതിൻ്റെയും നാഥനായ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമാതാവാ കന്യാമേരി സ്നേഹമോടോർത്തിടാൻ അൾത്താരയിൽ കന്യാമേരിതൻ ദിവ്യവല്ലഭനേ വിനയമോട് വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ സ്നേഹയാം മാർത്തോമാ സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്നേഹന്മാരെ രക്തസാക്ഷികളെ ശാന്തി ഭൂമിയിൽ കൈവരാൻ പ്രാർത്ഥിക്കണമേ. വിധിയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാർന്നു കാന്തി അണഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനാഥനാ ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥനാമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും ദൈവമാ സത്യനാഥനങ്ങിൽ നീ ആദിജാതനാ സൃഷ്ടിയല്ല പുത്രനാ വിശുദൈവജൻ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂരു ദൈവമാണേക സത്യയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാതികെ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യ ദൈവസൂരുവി മണ്ണിലുത്തിരൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടി നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാതിയിൽ ഒടുവിലെത്തും ഈ മഹീരന്നു വിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതനാ. സാധനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ
പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ധന്യമാണു പാവനം സഭാ ശ്ലൈംഗിക പ്രഭാവമാർന്നു സർവശരീരം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ശൈവ സാഗരം ഞങ്ങളേവരും. മധ്യമുക്തിയാമുയർപ്പു നിത്യജീവനും കേട്ടു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തദൈവമേ സകലത്തിന്റെ നാഥനായ നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരും മേജാർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിച്ചിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയിൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭിഷ്ടമേറ്റുവാൻ നിങ്ങളെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമാനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ബിഷപ്പിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാന്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവാൻ നമുക്കെല്ലാവർക്കും അരുതാപത്രം വിശുദ്ധയോടും കൂടെ കർത്താവിനെ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങളാത് പുറന്ന് വിടാനിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മർദ്ദം ആകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവത്തിലേക്ക് ഉയർത്തി നിശബ്ദ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂരാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ
പിതാവാം അബ്രാഹം യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി അഖില ജരാജര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണ് യുക്തവുമാ ന്യായവുമാണ് യുക്തവുമാ ന്യായവുമാണ് യുക്തവുമാ ന്യായവുമാണ് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. അവനവനുടെ മഹിമകളാ ഉന്നതവേദിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാ വീണ്ടും വരുവോരും ധന്യൻ ഉന്നതവേദിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതാ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലനുമായി ദാസൻ അവിടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഋഷിയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ അപ്പത്തിനോടും വീഞ്ഞിനോടുമൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ആശ്രമത്തെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഇത് നയിക്കുന്നവരെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇവിടെ ആയിരിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ബലിവേദിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അർഹിക്കുന്നവരെയും അത് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും വ്യക്തിപരമായി ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നല്ല ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഈ സമയം ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്ന് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുപോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞടുബുദ്ധിക്ക് പ്രകാശം നൽകി ഞടുചുതരുകളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്കും
ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനും പുരോഹിതന്മാർ, ശംശാന്മാർ, സമർപ്പിതർ, അൽബായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിനുമേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നാർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചൊരു പ്രത്യാശയ്ക്ക് നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയ വിസ്മയാകുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനും രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. ദിവസമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാമോചകമായ ദൃശ്യരക്തങ്ങളെയും പരിമളപ്പെടുത്തലാക്കണമേ.
കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവനായ ദിവ്യകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനാ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രത്യുതാ പാമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാകണമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമനമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപം ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനെ ദിനവും തിരുമയും അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉദ്ധാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാനുപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സ്ഥലത്തിൽ പോരും നമ്മുടെ ഹൃദയരും പ്രസന്നവദനരും നിഷ്കലങ്കരുമാ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവീശകനായ സർവേശ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതിനുനാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വം വിശാല കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തപാനം തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. നിന്നെ ഞാൻ ആരാധിക്കാം. എന്റെ ഉള്ളിൽ വാഴുമീശോ, നിന്നെ ഞാൻ ആരാധിക്കാം. മിശിഹായുടെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പെസഹ രഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ പോലെ മിശിഹ രഹസ്യത്തിന്റെ ആഘോഷമായി കുർബാനയിൽ പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ
നീ ഞങ്ങൾക്ക് ഭോജനമായി നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സുലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ജ്ഞാനം നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവമേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ബലിയിൽ പങ്കാളികളാ മകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ സുന്ദിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംപ്രേഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധിയുടെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കുർബാന കാരണമാകട്ടെ.